ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്നൊക്കെ പറയുന്ന പോലെ ചാണകം ചാരിയതിന്റെ മണം മാറ്റാൻ വേണ്ടി ഏത് സോപ്പിട്ട് കുളിച്ചിട്ടും അങ്ങ് മണം മാറുന്നില്ലല്ലോടെ എന്നാകും സന്ദീപ് ജി വാര്യർ ഇപ്പോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക. ആ സംഘപരിവാർ പാളയത്തിൽ നിന്ന് BJP പാളയത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന ശേഷം സത്യമായിട്ടും ഞാനിപ്പോ സ്നേഹത്തിന്റെ കടയിലെ മഹാത്മാഗാന്ധിയാണ്, ഒന്ന് വിശ്വസിക്കടേ എന്ന് പറഞ്ഞിട്ടും പലരും അങ്ങ് വിശ്വസിക്കുന്നില്ല. ഗാന്ധിവധത്തെയൊക്കെ ന്യായീകരിച്ചിട്ടുള്ള, രാഹുൽ ഗാന്ധിയൊക്കെ ആക്ഷേപിക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും ആക്ഷേപിച്ചിട്ടുള്ള, മുസ്ലിം ന്യൂനപക്ഷങ്ങളെയൊക്കെ വല്ലാത്ത രീതിയിൽ വർഗീയ ചുവയോടുകൂടി കടന്നാക്രമിച്ചിട്ടുള്ള സന്ദീപ് ജി വാര്യർ എത്ര പെട്ടെന്നാണ് മാറിയത് അല്ലെ? ഒരാൾക്ക് അങ്ങനെ പെട്ടെന്ന് മാറാൻ കഴിയുമോ എന്നൊക്കെ മനഃശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചാൽ അവർ ഒറ്റ വാക്കിൽ പറയും, അങ്ങനെയൊന്നും ഒരു മനുഷ്യനും മാറാൻ കഴിയില്ല എന്ന്. പിന്നെ എങ്ങനെ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മനഃശാസ്ത്രജ്ഞന്മാർ പറയും, അതിനെയാണ് അഭിനയം എന്ന് പറയുന്നതെന്ന്. തീർച്ചയായിട്ടും സന്ദീപ് ജി വാര്യർ നടത്തുന്നത് വെറും അഭിനയമാണ്. അധികാര കസേരകൾ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള വെറും തന്ത്രമാണ് എന്ന് വരും വഴിയെ തന്നെ, അല്ലെങ്കിൽ കാലം അത് തെളിയിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. സന്ദീപ് ജി വാര്യർ അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്ന ശേഷം അദ്ദേഹം തന്നെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഈ സന്ദീപ് ജി വാര്യരുടെ വീടിന് തൊട്ടടുത്ത് തന്നെ RSS കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി സന്ദീപ് ജി വാര്യരുടെ അമ്മ കുറച്ച് സ്ഥലം കൊടുത്ത സംഭവമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഇപ്പോൾ കോൺഗ്രസ് നേതാവല്ലേ, ഈ RSS കാര്യാലയം വീടിന് തൊട്ട് ചേർന്ന് തന്നെ നിർമ്മിക്കാൻ താങ്കൾ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ സമ്മതിക്കില്ല എന്നല്ല സന്ദീപ് ജി വാര്യർ പറഞ്ഞത്. ആ ഭൂമി അവരങ്ങെടുത്ത് അത് പണിതോട്ടെ, അത് നിർമ്മിച്ചോട്ടെ എന്നാണ് പറഞ്ഞത്. അവിടുത്തെ RSSന്റെ പ്രത്യയശാസ്ത്രങ്ങളും സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രങ്ങളും BJPയുടെ പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് കോൺഗ്രസിലേക്ക് വന്നതെന്ന് സതീശൻ പറയുന്ന സന്ദീപ് ജി വാര്യർ പറയുന്നു അവിടെ RSS കാര്യാലയം നിർമ്മിക്കട്ടെ എന്ന്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് സന്ദീപ് ജി വാര്യർ മാറിയെന്ന് പറയാൻ കഴിയുക? സന്ദീപ് ജി വാര്യർ സോഷ്യൽ മീഡിയയിൽ പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം എടുത്തിരുന്നു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം എടുത്തിരുന്നു, അല്ലെങ്കിൽ പാലക്കാടിലെ സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ MLA ആയ രാഹുൽ മാങ്കൂട്ടവും ഒപ്പമുള്ള ഒരു ചിത്രം എടുത്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിട്ട് മാറുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ താനൊരു കോൺഗ്രസ്സുകാരനാണെന്നും കോൺഗ്രസ് ആശയങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞുവെന്നുമൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള, കോൺഗ്രസ്സുകാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് സന്ദീപ് ജി വാര്യർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സന്ദീപ് ജി വാര്യർ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് പോയില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നേരത്തെ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട്, അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ മാപ്പ് പ്രകടിപ്പിച്ചാൽ CPMൽ എടുക്കുന്ന കാര്യം ആലോചിക്കാമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞിരുന്നത്. എന്നാൽ അതൊന്നും സന്ദീപ് വാര്യർ ചെയ്തില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യരെ എടുത്തുമില്ല എന്നതാണ് വസ്തുത. എന്നാൽ കോൺഗ്രസ് ആകട്ടെ യാതൊരു ഉപാധിയും വെച്ചില്ല. ഇപ്പോൾ അതാ കേൾക്കുന്നു, തൃശ്ശൂരിൽ സീറ്റ് കൊടുക്കാം എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിൽ എന്നൊക്കെ. അതിലൊക്കെ ഒരു വ്യക്തത വരാനുണ്ട്. എന്തായാലും സന്ദീപ് ജി വാര്യർക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിലും, അല്ലെങ്കിൽ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞില്ലെങ്കിലും ഒക്കെ സന്ദീപ് ജി വാര്യർ കോൺഗ്രസിലേക്ക് വരികയുള്ളൂ. വേറൊന്നും കൊണ്ടല്ല. കോൺഗ്രസിന് ഇപ്പോൾ സംഘപരിവാർ മുഖമാണ്, മതേതര മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഐക്യവും ജനാധിപത്യവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ ഇറങ്ങുന്ന സമയത്ത് BJPയിൽ നിന്നിറങ്ങിയ സന്ദീപ് ജി വാര്യർക്ക് ഒരു B ടീമിലേക്ക് പോകാനല്ലേ കഴിയൂ? അദ്ദേഹം ഇതുവരെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ ഇതുവരെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്ന, അല്ലെങ്കിൽ ഇതുവരെ അദ്ദേഹം പല രീതിയിലും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമൊക്കെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ മറ്റൊരു പാർട്ടിയിൽ കാണുമ്പോൾ സ്വാഭാവികമായി നമ്മൾ അതിലേക്കല്ലേ പോവുക. അങ്ങനെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി. സന്ദീപ് വാര്യർ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, Facebook പോസ്റ്റാണ്, ഞാനത് വായിക്കാം. പതിറ്റാണ്ടുകൾ ജയിലിൽ അകപ്പെട്ട് പുറത്തു വരുന്ന ഒരാൾ തനിക്ക് പ്രിയപ്പെട്ടവരെ മുഴുവൻ ഓടിച്ചെന്ന് കാണാനും അവരോടൊപ്പം ഒത്തിരി നേരം ചിലവഴിക്കാനും താല്പര്യപ്പെടും. അത് മാനുഷികമാണ്. വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയ നാൾ മുതൽ ഞാൻ കൂടുതലായി കാണുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രമാണെന്നാണ് ഫാക്ടറി നടത്തിപ്പുകാരുടെ പരിഹാസം. ശരിയാണ്. ഒരുപാട് നാൾ എന്തിനെന്ന് പോലും അറിയാതെ ഞാൻ ആരിൽ നിന്നാണോ അകന്നു നിന്നത് അവരെ തന്നെയാണ് ഇന്ന് കൂടുതലായി ഞാൻ കാണാൻ പോകുന്നത്. അവരോടൊപ്പം തന്നെ സമയം ചിലവഴിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അറിയാതെ ചെയ്തു പോയൊരു തെറ്റിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പോലും മോചിതനാകാൻ സമ്മതിക്കാത്ത മലയാള സമൂഹത്തിൻ്റെ കഥ സേതുമാധവനിലൂടെ ലോഹിതദാസ് വരച്ചിട്ടിട്ടുണ്ട്. പക്ഷേ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞുകൊള്ളട്ടെ,
വെറുപ്പിന്റെ പക്ഷം വിട്ടെറിഞ്ഞു വന്ന എനിക്ക് ഇന്നാട്ടിലെ മനുഷ്യരിലെ ഒരാളിൽ നിന്ന് പോലും മുഖം കറുത്തൊരു നോട്ടം പോലും നേരിടേണ്ടി വന്നിട്ടില്ല. ആരെയാണോ ഞാൻ അകറ്റി നിർത്താൻ ശ്രമിച്ചത് അവർ തന്നെയാണ് ഒരുപാടധികം സ്നേഹാശ്ലേഷങ്ങളുമായി എന്നെ പൊതിഞ്ഞു പിടിക്കുന്നത്. അവർ അടങ്ങുന്ന മനുഷ്യർ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയാൻ ഞാൻ ഇന്ന് കഷ്ടപ്പെടുകയാണ്. വെറുപ്പിന്റെ ഫാക്ടറിയിൽ തുടരുന്നവരുടെ പരിഹാസങ്ങൾക്ക് മലയാളി ചുമ്മാ തൊലിച്ചു കളയുന്ന ഉള്ളിത്തൊലിയുടെ വില പോലും നൽകുന്നില്ല. സനാതന ഹിന്ദുവായി ജീവിക്കാനും മരിക്കാനും ഈ വിമർശിക്കുന്ന ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വെറുപ്പും വിദ്വേഷവും ജീവിതത്തിൽ പകർത്താത്ത ഒട്ടേറെ സനാതന ഹിന്ദുക്കൾ ഈ രാജ്യത്ത് ഇപ്പോഴുമുണ്ട്. അവരിൽ ഒരാളായി ഞാൻ കഴിഞ്ഞുകൊള്ളാം. തെറ്റ് തിരുത്താനും ഒത്തിരി മനുഷ്യരാൽ സ്നേഹിക്കപ്പെടാനും അവസരം തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും സ്നേഹമെന്ന നൂലിനാൽ ബാപ്പുജി കോർത്തെടുത്ത അതിൻ്റെ ആശയങ്ങളുടെയും പ്രചാരകനായി ഇനിയുള്ള ജീവിതം തുടരും. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഫാക്ടറിയിൽ നിന്ന് കൂടുതൽ മനുഷ്യർ മോചിതരായി പുറത്തു വരട്ടെ. അവർക്കും കോൺഗ്രസിൻ്റെ മതേതര പരിസരങ്ങളിൽ മനുഷ്യരോട് ഒട്ടി ജീവിച്ച് ഇനിയുള്ള കാലം സ്നേഹാനുഭവങ്ങൾ പങ്കിടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സന്ദീപ് വാര്യർ എന്നാണ് പറയുന്നത്. ഇതേ സന്ദീപ് വാര്യർ തന്നെയാണ് ഗാന്ധിവധത്തെ ന്യായീകരിച്ചത്. ഇതേ സന്ദീപ് വാര്യർ തന്നെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയെ എത്രയൊക്കെ രീതിയിൽ ആക്ഷേപിക്കാൻ കഴിയുമോ, എത്ര വൃത്തികെട്ട രീതിയിൽ, എത്ര മോശമായ രീതിയിൽ ആക്ഷേപിക്കാൻ കഴിയുമോ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ആക്ഷേപിച്ചത്. ഈ സന്ദീപ് വാര്യർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സീറ്റ് ഒപ്പിച്ചെടുക്കാനുള്ള നാടകമാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ചെറുപ്പം മുതൽ തുടർന്നു വന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകുന്നു. സത്യത്തിൽ സന്ദീപ് വാര്യർ അത് മറച്ചു പിടിക്കുകയാണ്. അത് കോൺഗ്രസിന് മനസ്സിലാകാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുന്നതാണോ എന്നറിയില്ല. പക്ഷേ സാധാരണ പ്രവർത്തകർക്ക് നന്നായി തന്നെ എല്ലാം മനസ്സിലാകുന്നുണ്ട്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് കടുത്ത എതിർപ്പുണ്ട് ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിൽ. അതുകൊണ്ട് ഇപ്പോൾ ആ ന്യൂനപക്ഷങ്ങളെ അങ്ങനെ ചേർത്ത് പിടിച്ച് വല്ലാതെ അങ്ങ് സ്നേഹിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച്, ആ ബില്ലിനെ കുറിച്ച് ഇന്നും തള്ളിപ്പറയാൻ ഈ പറയുന്ന സന്ദീപ് വാര്യറിന് കഴിഞ്ഞിട്ടില്ല. ഈ സന്ദീപ് വാര്യറിന്റെ മണിപ്പൂർ വിഷയത്തെക്കുറിച്ച്, മണിപ്പൂരിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന നെറുകേടിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ അത്തരം വിഷയങ്ങളൊന്നും സന്ദീപ് വാര്യർ ഇപ്പോഴും നിലപാട് പറഞ്ഞിട്ടില്ലെന്നേ. വയനാട് ദുരന്ത ബാധിതരോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. സുരേഷ് ഗോപിക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. എന്നിട്ട് ഇവരെ ചൊടിപ്പിക്കാൻ വേണ്ടി, ഈ കോൺഗ്രസ്സുകാരെ പറ്റിക്കാൻ വേണ്ടി ഇരുന്ന് പറയുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇതേക്കിനെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കേൾക്കുമ്പോൾ ഊമാരങ്ങ് നല്ല കയ്യടിയാണ്. എന്നിട്ട് എന്തുകൊണ്ട് ആ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിലെ ആ ഏറ്റവും വൃത്തികെട്ട ആ വശങ്ങളെക്കുറിച്ച്, ആ വിഷയങ്ങളെക്കുറിച്ച് വിളിച്ചു പറയുന്നില്ല? ഞാൻ എന്തൊക്കെയോ തുറന്നു പറയും എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്, എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നൊരു ചോദ്യം ഉയർന്നു കേൾക്കുന്നുണ്ട്. 4 ഫോട്ടോ പിടിച്ചിട്ട് 4 കീജായി വിളിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കീജായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയടിക്കുന്ന ഈ പ്രവർത്തകരും നേതാക്കളും എന്തുകൊണ്ട് സന്ദീപ് ജി വാര്യർ മോദിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ ഭാഷയിൽ ശബ്ദമുയർത്തുന്നില്ല എന്ന് ചോദിക്കുന്നില്ല? എന്തായാലും അധികം വൈകാതെ നമുക്ക് കാണാം ഈ പിടിയുന്ന എങ്ങനെ ഈ രൂപമാറ്റം സംഭവിച്ച സന്ദീപ് വാര്യർ ഏതൊക്കെ രീതിയിലാണ് ഈ രൂപമാറ്റം സംഭവിക്കാൻ പോകുന്നതെന്ന്. സന്ദീപ് വാര്യറിന് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അപ്പോൾ കാണാം കളി എന്ന് മാത്രമേ പറയാനുള്ളൂ. മാത്രവുമല്ല, സന്ദീപ് ജി വാര്യർ ഇലക്ഷൻ സമയത്ത് കോൺഗ്രസിലേക്ക് വന്നത് വലിയ നേട്ടം കൊയ്തു എന്നൊക്കെയാണ് പലരും പറയുന്നത്. സത്യത്തിൽ സന്ദീപ് വാര്യറിനെ എടുത്തത് കേരളത്തിലെ കോൺഗ്രസിനകത്ത് വലിയ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ സന്ദീപ് ജി വാര്യറിനെ ഇറക്കിക്കൊണ്ട് കുറച്ച് സംഖ്യകളുടെ വോട്ടൊക്കെ പിടിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് സതീശനുള്ളത്. അല്ലെങ്കിലും SDPയോടൊക്കെ കൂട്ടുപിടിച്ചാണല്ലോ പാലക്കാടിൽ രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിച്ചത്. ഇത് ഞാൻ പറയുന്നതല്ല, SDPക്കാർ പറയുന്നതാണ്. SDPക്കാർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രവും എടുത്തുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളാണ് ജയിപ്പിച്ചതെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച കഥ, ആ ഒരു കാഴ്ച നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇന്ന് SDPയുടെ നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ കണ്ടത് നമ്മൾ കണ്ടതാണ്. SDPയുടെ വോട്ട് കിട്ടിയല്ലേ നിങ്ങൾ ജയിച്ചതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇന്നും സതീശന് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. SDPയുടെ വോട്ട് മേടിച്ചും വർഗീയ കക്ഷികളുമായി ചെങ്ങാത്തം കൂടിയും മഴവിൽ സഖ്യത്തിലൂടെ കേരളം വെട്ടിപ്പിടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സതീശനോടും സുധാകരനോടും ഒന്നേ പറയാനുള്ളൂ, ഇത് മതേതര കേരളമാണ്. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളത്. അവർ ഇതിനെ പ്രതിരോധിക്കും എന്ന സൂചന ചേലക്കരയിൽ നിന്ന് തന്നിട്ടുണ്ടല്ലോ. വരാൻ പോകുന്ന സർക്കാർ
അത് ആര് തന്നെയായിരിക്കും ഭരിക്കുക എന്ന് ഇനി പറയേണ്ട കാര്യമില്ല. ചേലക്കര ചുവക്കുകയാണ് ചെയ്തത്, ചേലക്കര ചുവപ്പിക്കുകയാണ് ചെയ്തത്, ചേലക്കരയിൽ ചെങ്കൊടി പാറിപ്പറക്കുകയാണ് ചെയ്തത്. അല്ലാതെ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ അവിടെ കൈപ്പത്തി ഉയരുകയല്ല ചെയ്തത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.